ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഡേസി, ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നില്ലെന്ന് പറയുന്നില്ല. നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ലെന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് നിന്നെ ഇപ്പൊ വിവാഹം കഴിക്കാൻ പറ്റില്ല. അതിന്റെ കാരണം ഞാൻ നിന്നോട് തിരക്കുന്നേ. ഡേസി, എനിക്ക് കുറച്ച് സമയം വേണം. ഇതാ എനിക്ക് മനസ്സിലാവാത്ത. നീ പറയുന്ന സമയം ഏതാ? ശത്രുക്കളായ രണ്ട് കുടുംബങ്ങളിലെ രണ്ടുപേര്. വീട്ടുകാർ ഒരിക്കലും നല്ല മനസ്സോടെ അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രണ്ടുപേര്. ഇത്രയും നാള് അവരുടെ സമ്മതം കിട്ടാൻ വേണ്ടി കാത്തിരുന്നവര്. എന്നിട്ടിപ്പോ വീട്ടുകാരെ സമ്മതിച്ചപ്പോ നിനക്ക് സമയം വേണമെന്നോ? ഇനി എപ്പോഴാടാ സമയാവുന്നേ? അവരെല്ലാരും കുഴിയിലേക്ക് പോയിട്ടോ, അതോ നമുക്ക് രണ്ടുപേർക്കും നോക്കി പല്ല് കിളിർക്കുമ്പോഴോ? പറ, എപ്പോഴാ നമുക്ക് സമയാവാന്ന്? ഡേസി, നീ ഇങ്ങനെ കിടന്ന് ഉച്ച വെച്ചോണ്ട് ഒരു കാര്യമില്ല. വിവാഹമല്ലേ, ശരിക്കൊന്ന് ആലോചിക്കാനുണ്ട്. ഇതിന് പച്ച മലയാളത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്: ഒഴിഞ്ഞുമാറ്റം, തേപ്പ്. നിനക്കിപ്പ എന്നെ വേണ്ട, അതെന്നെ കാര്യം. എടി, നീ ഒന്ന് അടങ്ങ്. എനിക്ക് ആലോചിക്കാൻ ഇത്രയുടെ സമയം എന്താ? ആലോചിച്ച് പുതിയ കള്ളങ്ങൾ പറയാനാണെങ്കിലേ നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്താന്ന് പറയാറില്ലേ? അതായിരിക്കും നിനക്കും എനിക്ക് നല്ലത്. അല്ലാതെ തല്ലി പഴുപ്പിച്ച പാകമാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ ജീവിതം. അതൊരിക്കൽ കിട്ടുന്നല്ലേ. ഒരു പരീക്ഷണം എന്ന നിലയില് ഉള്ള ജീവിതം വെറുതെ ഇല്ലാതാക്കരുത്. നിനക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റാത്ത എന്താണ് ഡേസി? എന്റെ പ്രശ്നങ്ങൾ നിന്നോടല്ലാതെ മറ്റാരോടാ ഞാൻ പറയേണ്ടത്? ശിവ, നീ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രശ്നം എന്നെ എങ്ങനെ ഒഴിവാക്കാന്നുള്ളത് മാത്രം. അത് നീ എന്നോട് തന്നെയാടാ സംസാരിച്ചോണ്ടിരിക്കുന്നേ. എന്താണ് ഞാൻ നിന്നോട് ചെയ്തേ? ഞാൻ കാരണം എന്റെ വീട്ടിലുള്ളവർ അനുഭവിച്ചില്ലേടാ. എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തേ? ഇത്രക്ക് ഞാൻ അനുഭവിച്ചിട്ടും എന്താ നിനക്ക് എന്നോടൊരു ഇഷ്ടം പോലും തോന്നാത്ത? അതൊന്നും നിനക്കിപ്പോ പറഞ്ഞ് മനസ്സിലാവില്ല. നിന്റെ വീട്ടുകാര് ഇപ്പൊ വലിയ പുണ്യാളന്മാരായിട്ട് വന്നിട്ടുണ്ടല്ലോ. അന്ന് രാത്രി നിന്നെ പിടിച്ചു വെച്ച് എന്നെ നടു റോഡിലിട്ട് ചവിട്ടിക്കൂട്ടിയതൊക്കെ നിനക്ക് മറക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം അനുഭവിച്ചത് ഞാനല്ലേ. എത്ര ദിവസമാ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നത്. ഇപ്പോഴും അതൊരു വലിയ ഓർമ്മയായിട്ട് എന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതൊക്കെ മറന്നുകൊണ്ട് നിന്റെ വീട്ടുകാരോട് ഒത്തുചേരാൻ എനിക്ക് എങ്ങനെയാണ് കഴിയുക? അത് ശരി, നീ റൂട്ട് വേറെ രീതി തിരിക്കുവല്ലേ. പ്ലാമൂട്ടിലെ യോഹന്നാന്റെയും എൽസമ്മയുടെയും മകളാണ് ഞാനെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ മാണിക്കത്തെ സന്തതി എന്നെ പ്രേമിച്ചതും എന്റെ മനസ്സിൽ ഇടം നേടിയതും. നമ്മുടെ പ്രേമത്തിന് മുൻപിൽ നമ്മുടെ കുടുംബ വഴക്കും കുടുംബ അംഗങ്ങളും ബാധകമല്ലെന്ന് നീ എത്ര തവണ പറഞ്ഞിട്ടുണ്ടടാ. എന്നിട്ടിതൊക്കെ ഒരു കാരണമാക്കി പറയാല്ലേ? എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നിന്റെ മനസ്സില് എനിക്ക് സ്ഥാനമില്ല.